അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലിയ വേദനയുള്ളൊരു വിഷയം തന്നെയാണ് ഞാൻ പറയുന്നത്. വളരെ സങ്കടമുണ്ട്. പക്ഷേ ചോദിച്ചത് കൊണ്ട് പറയാതിരിക്കാൻ വയ്യ. കാരണം സാധാരണ മുജാഹിദിന്റെ പ്രവർത്തകന്മാര് കരുതുന്നത് പോലെയല്ല വഹാബിസം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖേദകരമെന്ന് പറയട്ടെ, അറിയാതെ പെട്ടുപോയ ആളുകൾ പഠിച്ചോളൂ. റസൂലുള്ളാഹിന്റെ ഖബർ മദീന പള്ളിയിൽ വഹാബിക്ക് സഹിക്കണില്ല. കേട്ടോ, കിതാബുൽ ജനായിസ് അൽബാനി രേഖപ്പെടുത്തുന്നു, കുബ്ബ പൊളിക്കാനല്ല, ഖബർ പൊളിക്കാൻ. ലാ ഉസല്ലി ഫിൽ ഹറമിൻ നബവി, മദീന പള്ളിയിൽ ഞാൻ നിസ്കരിക്കൂല. ലിവുജൂദിൽ ഖബരി ഫീഹി, അതിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറുണ്ട്, അതുകൊണ്ട് മദീന പള്ളിയിൽ ഞാൻ നിസ്കരിക്കൂല. വയജിബു ഇഖ്റാജുഹു, റസൂലുള്ളാഹിന്റെ ഖബർ അവിടെ നിന്ന് നീക്കം ചെയ്യണം. പോൽ അൽബാനി മുജാഹിദിന്റെ നേതാവ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കിതാബുൽ ജനായിസിൽ. ഇനി അബൂബക്കറുൽ ജസാഇരി രേഖപ്പെടുത്തുന്നു, വല്ലാഹി, റബ്ബിനെ കൊണ്ട് സത്യം ചെയ്യുന്നു ആ മനുഷ്യൻ, വല്ലാഹി ലൻ യസ്തഖീമു അംറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് നേരെയാകൂല പോൽ, ഈ ഉമ്മത്ത് നേരെയാകൂല പോൽ, ഹത്താ യുസീലു ഹാദസ്സനമ മിൻ ഹാഹുനാ, മദീന പള്ളിയിൽ കിടത്തിയിട്ട ഈ വിഗ്രഹം നീക്കം ചെയ്യുന്നത് വരെ ഈ ഉമ്മത്ത് നേരെയാകൂല പോൽ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അറിയാതെ പെട്ടുപോയ മുജാഹിദിന്റെ പ്രവർത്തകന്മാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാ. ഇതേ വാദം തന്നെ അൽബാനി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഉസൈമീൻ പറഞ്ഞിട്ടുണ്ട്, മുഖ്ബിലുൽ വാദിഇയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എക്സാമ്പിൾ തന്നതാണിത്. ഇന്നാ ലില്ലാഹ്. ഈ വാദങ്ങളൊക്കെ വഹാബിയുടെ വൃത്തികെട്ട വാദമാണ് സുഹൃത്തെ. അല്ലാഹു തആല കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.